1958 15 വയസ്സുള്ളപ്പോൾ ഹന്ന ഷ്മിറ്റ്സ് എന്ന പ്രായമായ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട മൈക്കിൾ ബർഗിന്റെ കഥയാണ് ദ റീഡർ. ജീവിതയാത്രക്കിടയിൽ പെട്ടെന്ന് ആ ബാലനും സ്ത്രീയും വേർപിരിയുന്നു. ഒടുവിൽ അവർ കണ്ടുമുട്ടുന്ന സാഹചര്യവും ആ ബന്ധത്തിന്റെ ദുരന്തപൂർണമായ പര്യവസാനവും വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമ മിസ്റ്ററി സ്റ്റോറിയാണ് ദ റീഡർ. വെൽക്കം ബാക്ക് ടു ഒരു യമണ്ടൻ സിനിമ കഥ. 1995 ജർമ്മനിയിലെ ബെർലിനിലാണ് നമ്മളിപ്പോൾ. ഒരാൾ കാര്യമായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇതാണ് നമ്മുടെ കഥാനായകൻ മൈക്കിൾ ബർഗ്. നിങ്ങൾ എന്നെ വിളിച്ചുണർത്തിയില്ലല്ലോ എന്ന് ശബ്ദം കേട്ട് അയാൾ ബെഡ്റൂമിലേക്ക് നോക്കുന്നു. നീ ഉറങ്ങുകയായിരുന്നു എന്നയാൾ മറുപടി പറയുന്നു. അവിടെ ഒരു നഗ്നയായ സ്ത്രീയുണ്ട്. നീ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചില്ല എന്ന് പരിഭവം പറഞ്ഞവൾ നടന്നു പോകുന്നു. ഞാൻ നിനക്കായി മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നും ചായയാണോ കാപ്പിയാണോ വേണ്ടതെന്നും ചോദിച്ചയാൾ കിച്ചണിലേക്ക് വേഗത്തിൽ നടന്നു വരുന്നു. നിങ്ങൾ രാത്രി എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന സ്ത്രീ ചോദിക്കുമ്പോൾ ഞാനിന്ന് എന്റെ മകളോടൊപ്പം ചിലവഴിക്കുവാൻ പോകുന്നു എന്നയാൾ പറയുന്നു. അപ്പോൾ ആ സ്ത്രീ അയാളുടെ ഭാര്യയല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. മകളോടൊപ്പം അടിച്ചു പൊളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പോകുന്നു. ശേഷം നമ്മുടെ നായകൻ ജനാലക്കരികിൽ നിൽക്കുന്നു. പുറത്തൊരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അയാളുടെ ഓർമ്മകൾ തന്റെ ബാല്യകാലത്തേക്ക് പോകുന്നു. നല്ല മഴയുള്ള ദിവസം ഒരു ട്രാമിൽ യാത്ര ചെയ്യുന്ന ഒരു ബാലൻ. അവൻ ആകെ നനഞ്ഞിരിക്കുന്നു. മുഖമാകെ വല്ലാതെ അസ്വസ്ഥത പ്രകടമാണ്. അവൻ പെട്ടെന്ന് ട്രാമിൽ നിന്നും ഇറങ്ങുന്നു. കോരിച്ചൊരിയുന്ന മഴയാണ്. 1958 പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഒരു പട്ടണം. ആ ബാലന് വല്ലാത്ത അസ്വസ്ഥതയാണ്. ഇടയ്ക്കിടെ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്. ഒടുവിൽ ഒരിടത്ത് വെച്ച് അവൻ ഛർദ്ദിക്കുന്നു. അത് ചെറിയൊരു അപ്പാർട്ട്മെന്റിന്റെ മുൻവശമാണ്. പെട്ടെന്നൊരു സ്ത്രീ അവിടേക്ക് നടന്നു വരുന്നു. ബാലൻ വീണ്ടും ഛർദ്ദിക്കുന്നു. പെട്ടെന്ന് ആ സ്ത്രീ ഒരു ബക്കറ്റ് വെള്ളവുമായി വന്ന് ആ ഛർദ്ദിലൊക്കെ കഴുകി കളയുന്നു. ആ പയ്യന്റെ മുഖവും തുടച്ചു കൊടുക്കുന്നു. അതാണ് നമ്മുടെ സിനിമയിലെ നായിക. അവൾ കൈകൾ കഴുകുന്നതിനിടയിൽ ആ പയ്യൻ പൊട്ടിക്കരയുവാൻ ആരംഭിച്ചു. ആ സ്ത്രീ പതിയെ ആ പയ്യന്റെ അടുത്ത് വന്ന് അത് സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. നീ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു മനസ്സിലാക്കി അവൾ അവനെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ പയ്യനിപ്പോൾ അവന്റെ വീട്ടിലാണ്. എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് ആഹാരം കഴിക്കുന്നു. ഇവന്റെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. എത്രയും വേഗം ഒരു ഡോക്ടറിനെ വിളിക്കണമെന്ന് അവന്റെ അമ്മ പറയുമ്പോൾ എനിക്കിപ്പോൾ ഒരു ഡോക്ടറിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞവൻ തർക്കിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡോക്ടർ അവനെ പരിശോധിക്കുന്നതാണ്. അവനിപ്പോൾ നല്ല പനിയാണ്. ഇവനിപ്പോൾ എത്ര വയസ്സായി എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ മൈക്കിളിന് 15 വയസ്സാണെന്ന് അവന്റെ അമ്മ പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അസുഖമൊക്കെ മാറി മൈക്കിൾ തന്റെ സ്റ്റാമ്പ് കളക്ഷൻ ബുക്ക് നോക്കിയിരിക്കുന്നതിനിടയിൽ അവന്റെ അമ്മയോട് തനിക്ക് അന്ന് വയ്യാതായപ്പോൾ ഒരു സ്ത്രീ സഹായിച്ചിരുന്നു എന്ന് പറയുന്നു. നിന്റെ കയ്യിൽ അവരുടെ അഡ്രസ് ഉണ്ടോ എന്നവർ അവനോട് ചോദിക്കുന്നു. ഇല്ല എന്ന മട്ടിൽ അവൻ തലയാട്ടുന്നു. കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് അവൻ ഒരു ബൊക്കയുമായി ആ സ്ത്രീയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ഞാൻ ഈ പൂവുകൾ നിങ്ങൾക്കായി കൊണ്ടുവന്നതാണ് എന്നവൻ പറയുന്നു. അതവിടെ വെച്ചേക്കു എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഞാൻ കുറച്ചു നേരത്തെ തന്നെ വരുമായിരുന്നു. പക്ഷെ 3 മാസത്തോളം കിടപ്പിലായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്കൊരു അസുഖം വരുന്നതെന്നും പുസ്തകങ്ങൾ വായിക്കുവാൻ പോലും പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ടവൻ പോകുവാൻ ശ്രമിക്കുമ്പോൾ നിൽക്കൂ, നമുക്ക് ഒരുമിച്ച് പോകാമെന്നും എനിക്കിപ്പോൾ ജോലിക്ക് പോകുവാനുള്ള സമയമായി എന്നും ആ സ്ത്രീ പറയുന്നു. ജസ്റ്റ് പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് അവൾ പറയുന്നു. മൈക്കിൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അതിനിടയിൽ ഡോറിന്റെ വിടവിലൂടെ ആ സ്ത്രീ ഡ്രസ്സ് മാറുന്നത് അവൻ കാണുന്നു. അവൻ കണ്ണെടുക്കാതെ അവരെ തന്നെ നോക്കിയിരിക്കുന്നു. ആ സ്ത്രീ അത് കാണുന്നു. പെട്ടെന്ന് പരിഭ്രമിച്ച് മൈക്കിൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ആ സ്ത്രീയുടെ അപ്പാർട്ട്മെന്റിലെത്തുന്നു. അവളപ്പോൾ കൽക്കരി നിറച്ച പാത്രവുമായി നടന്നു വരികയായിരുന്നു. മൈക്കിളിനെ കാണുന്നു. അവൻ ചെറിയ ചമ്മലോടെ അവിടെ നിൽക്കുന്നുണ്ട്. 2 ബക്കറ്റ് കൂടി താഴെ ബേസ്മെന്റിലുണ്ട്. അതിൽ കൂടി കൽക്കരി നിറച്ചു കൊണ്ടുവരുവാൻ അവൾ അവനോട് പറയുന്നു. മൈക്കിൾ 2 ബക്കറ്റിലും കൽക്കരി നിറച്ച് ആ സ്ത്രീയുടെ അപ്പാർട്ട്മെന്റിൽ എത്തിക്കുന്നു. അവന്റെ മുഖമാകെ കരിപറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതോടെ ആ സ്ത്രീ ചിരിക്കുന്നു. ഈ കോലത്തിൽ നിനക്ക് വീട്ടിൽ പോകുവാൻ സാധിക്കില്ല എന്നവൾ പറയുന്നു. നിന്റെ ഉടുപ്പൊക്കെ മാറ്റ്, എന്നിട്ട് കുളിക്ക് എന്ന് പറഞ്ഞുകൊണ്ടവൾ ബാത്ത് ടബിൽ വെള്ളം നിറയ്ക്കുന്നു. അപ്പോഴേക്കും മൈക്കിൾ ഡ്രസ്സെല്ലാം മാറ്റുന്നു. ഇതിനിടയിൽ അവൻ നാണിച്ചു നിൽക്കുമ്പോൾ സാരമില്ല, ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള കർട്ടൻ വലിച്ച് ഒരു മറയുണ്ടാക്കുന്നു. എങ്കിലും ആ സ്ത്രീ അവനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അതവൻ കാണുകയും ചെയ്യുന്നു. അവൻ ആ ബാത്ത് ടബിൽ കയറിയിരിക്കുന്നു. ശേഷം ദേഹത്തുള്ള കരിയെല്ലാം കഴുകിക്കളഞ്ഞു കുളിക്കുന്നു. ഞാൻ നിനക്ക് ടവൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ സ്ത്രീ പോകുന്നു. ശേഷം അവർ ടവലുമായി വരുന്നു. അപ്പോൾ ആ സ്ത്രീയും പരിപൂർണ നഗ്നയായിരുന്നു. വർഷങ്ങളായി ഒറ്റയ്ക്ക് ഒരു അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ അവർക്ക് അവളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പതിയെ അവന്റെ മുതുകിൽ ചുംബിക്കുന്നു. ഇതിനല്ലേ നീ തിരികെ വന്നത് എന്നവൾ ചോദിക്കുന്നു. അപ്പോഴെല്ലാം അവൻ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. പതിയെ ഇരുവർക്കും തങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കാതെ വന്നു. അന്നത്തെ ആ ദിവസം
അവൻ ഒരിക്കലും മറക്കുവാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. അവൻ വീട്ടിലെത്തിയെങ്കിലും അവന്റെ മനസ്സ് മുഴുവൻ അന്നത്തെ ആ സംഭവത്തിലായിരുന്നു. തൊട്ടടുത്ത ദിവസം അവൻ സ്കൂളിൽ നിന്നും വളരെ ധൃതിയിൽ ഓടി ആ സ്ത്രീയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ആ സ്ത്രീയും അപ്പോഴേക്കും ജോലിയൊക്കെ കഴിഞ്ഞ് ഉടൻ തന്നെ എത്തി ഡ്രസ്സ് മാറുന്ന തിരക്കിലായിരുന്നു. അവർക്ക് കഴിഞ്ഞ ദിവസത്തെ അനുഭവം ഒരു ലഹരിയായി മാറിയിട്ടുണ്ടായിരുന്നു. അന്നും അവർ എല്ലാം മറന്ന് ബന്ധപ്പെട്ടു. ഒടുവിൽ ഇരുവരും കട്ടിലിൽ ഇരിക്കുന്ന ഒരു സമയം മൈക്കിൾ ആ സ്ത്രീയോട് അവരുടെ പേരെന്താണ് എന്ന് ചോദിച്ചു. ആ സ്ത്രീ ചെറുതായി ഒന്ന് ഞെട്ടിയ ശേഷം, അത് നീ എന്തിനാണ് അറിയുന്നത്? ഞാനിവിടെ 3 ദിവസമായി വരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പേരറിയണം എന്ന ആഗ്രഹമുണ്ട്. അതിലെന്താണ് തെറ്റ് എന്ന് മൈക്കിൾ ചോദിക്കുന്നു. അവൾ ചിരിച്ചുകൊണ്ട്, ഇല്ല, അതിലൊരു തെറ്റുമില്ല. എന്റെ പേര് ഹന്ന. നിന്റെ പേരെന്താ എന്ന് ഹന്ന ചോദിക്കുമ്പോൾ മൈക്കിൾ എന്നവൻ പറയുന്നു. പിന്നെയുള്ള എല്ലാ ദിവസങ്ങളിലും മൈക്കിൾ സ്കൂളിൽ നിന്നും വളരെ നേരത്തെ ഇറങ്ങി ഹന്നയുടെ വീട്ടിൽ പോകുന്നു. അവർ എന്നും എല്ലാ ദിവസവും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഹന്നയും മൈക്കിളും കൂടുതൽ അടുത്തറിയുന്നു. ഓരോ വട്ടവും ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് അവർ പരസ്പരം സംസാരിക്കും. നീ എന്താണ് സ്കൂളിൽ പഠിക്കുന്നത് എന്ന് ഹന്ന ചോദിക്കുമ്പോൾ, ഞാൻ നാടകം പഠിക്കുന്നുണ്ടെന്നും മറ്റു ചില ഭാഷകളും പഠിക്കുന്നുണ്ടെന്നും മൈക്കിൾ പറയുന്നു. എന്തു ഭാഷകളെന്ന് ഹന്ന ചോദിക്കുമ്പോൾ, ലാറ്റിൻ, ഗ്രീക്ക് ഒക്കെ പഠിക്കുന്നുണ്ട് എന്ന് മൈക്കിൾ പറയുന്നു. ശേഷം അവനൊരു ബുക്കെടുത്ത് അതിനെ ഹന്നയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എമിലിയ ഗലോട്ടി എന്ന നാടകമാണിതെന്നും വളരെ മനോഹരമായ കഥയാണിതെന്നും പറഞ്ഞ ശേഷം അവനത് ഹന്നയ്ക്ക് നേരെ നീട്ടുന്നു. എന്നിട്ട് വായിച്ചു നോക്കൂ എന്ന് പറയുന്നു. എനിക്കിത് കേൾക്കാനാണ് ഇഷ്ടം എന്നവൾ പറഞ്ഞുകൊണ്ട് ബുക്ക് തട്ടി മാറ്റുന്നു. ശരി, എന്നാൽ ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടവൻ ഹന്നയ്ക്ക് ആ ബുക്ക് വായിച്ചു കൊടുക്കുന്നു. ഹന്നയത് ആവേശത്തോടെ കേൾക്കുന്നു. അടുത്ത സീനിൽ മൈക്കിൾ ഒരു ട്രാമിലേക്ക് നടന്നു കയറുന്നു. അതിൽ മറ്റൊരു ബോഗിയിൽ ഹന്ന ജോലി ചെയ്യുന്നുണ്ട്. ഹന്ന മൈക്കിളിനെ ശ്രദ്ധിക്കാതെ തന്റെ ജോലിയിൽ മുഴുകുന്നു. മൈക്കിളിന് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അന്ന് അപ്പാർട്ട്മെന്റിൽ വെച്ച് അതേ ചൊല്ലി ഹന്നയും മൈക്കിളും വഴക്കിടുന്നു. കുറച്ച് സമയങ്ങൾക്കു ശേഷം മൈക്കിൾ ഹന്നയുമായി സംസാരിക്കുന്നു. ഞാനിങ്ങനെ ഒരു സ്ത്രീയുമായി ഇത്ര ഇടപഴകിയിട്ടില്ല. നമ്മൾ 4 ആഴ്ചയായി ഒരുമിച്ചാണ്. എനിക്ക് നീയില്ലാതെ ജീവിക്കുവാൻ സാധിക്കില്ല എന്ന് മൈക്കിൾ പറയുന്നു. ഹന്ന അപ്പോഴൊക്കെ ബാത്ടബിൽ കിടക്കുകയായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഹന്ന മൈക്കിളിനോട്, നിന്റെ കയ്യിൽ ബുക്കുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട്, ഞാനിത് നിനക്ക് വേണ്ടി രാവിലെ എടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടവൻ ബുക്ക് എടുക്കുന്നു. ബുക്കിന്റെ പേര് ഹന്ന ചോദിക്കുമ്പോൾ ദ ഒഡീസി ബൈ ഹോമർ എന്ന് മൈക്കിൾ മറുപടി പറയുന്നു. നമ്മൾ ഇന്നു മുതൽ നമ്മുടെ പതിവ് രീതികൾ മാറ്റുവാൻ പോവുകയാണ്. ആദ്യം നീ എനിക്ക് ബുക്ക് വായിച്ചു തരണം, അതിനുശേഷം നമുക്ക് ബന്ധപ്പെടാം. മൈക്കിൾ ഹന്നയ്ക്ക് ആ ബുക്ക് വായിച്ചു കൊടുക്കുന്നു. ശേഷം അവർ അവരുടെ പതിവ് രീതികൾ പിന്തുടരുന്നു. എല്ലാ ദിവസവും അവൻ അവൾക്ക് പലതരത്തിലുള്ള ബുക്കുകൾ വായിച്ചു കൊടുക്കുന്നു. ഹന്നയത് ആവശ്യത്തോടെ കേൾക്കുകയും ചെയ്യുന്നു. മറ്റൊരു ദിവസം പതിവ് പോലെ ബുക്ക് വായനയ്ക്ക് ശേഷം മൈക്കിൾ ഹന്നയോട് പറയുന്നു, ഈ വീക്കെൻഡിന് നമുക്കൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്താലോ? എന്ത് തരം ഔട്ടിംഗ് ആണെന്ന് ഹന്ന ചോദിക്കുമ്പോൾ, ഒരു സൈക്ലിംഗ് ട്രിപ്പ് എന്ന് മൈക്കിൾ മറുപടി പറയുന്നു. എന്റെ കയ്യിൽ ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്, അതുപയോഗിച്ച് നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മൈക്കിൾ ഒരു ബുക്കെടുത്ത് ഹന്നയെ കാണിക്കുന്നു. ഹന്ന ആ ബുക്കിലേക്ക് നോക്കാതെ തന്നെ അത് വാങ്ങി മാറ്റിവെക്കുന്നു. ശേഷം നീ തന്നെ എല്ലാം പ്ലാൻ ചെയ്യും എന്ന് മൈക്കിളിനോട് പറയുന്നു. ശേഷം അവർ പതിവ് പോലെ അവരുടെ ദിനചര്യയിലേക്ക് കടക്കുന്നു. യാത്രയ്ക്കുള്ള പണമുണ്ടാക്കുവാനായി മൈക്കിൾ അവന്റെ സ്റ്റാമ്പ് കളക്ഷൻ ബുക്ക് വിറ്റ് കാശാക്കുന്നു. ശേഷം ഇരുവരും 2 സൈക്കിളുകളിൽ അവരുടെ ട്രിപ്പ് ആരംഭിക്കുന്നു. പുൽമേടുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് അവർ ഒരു കോഫി ഷോപ്പിലെത്തുന്നു. കോഫി ഷോപ്പിലെ മെനു കാർഡ് ഇരുവരും എടുത്തു നോക്കുന്നു. ഹന്ന ചെറിയ പരിഭ്രമത്തോടെയാണ് മെനു നോക്കുന്നത്. എന്ത് വേണമെന്ന് ഓർഡർ എടുക്കുവാൻ വരുന്ന സ്ത്രീ ചോദിക്കുമ്പോൾ മൈക്കിളിനോട് ഹന്ന പറയുന്നു, നീ തന്നെ ഓർഡർ ചെയ്, അത് ഞാൻ കഴിക്കാം. മൈക്കിൾ തന്നെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികൾ മെനു നോക്കി ഓർഡർ ചെയ്യുന്നത് കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് ഹന്ന. അവിടെ നിന്നും അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. ഒടുവിൽ അവർ ഒരു പള്ളിയുടെ പരിസരത്തെത്തുന്നു. ഹന്ന വലിയ സന്തോഷവതിയായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അവൾ ആവേശത്തോടെ പള്ളിക്കുള്ളിൽ കയറുന്നു. അവിടെ പള്ളിയിലെ ഗായക സംഘം പ്രാർത്ഥനാഗാനം പാടുകയാണ്. പള്ളിക്കുള്ളിൽ കയറിയ ഹന്ന സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് മൈക്കിളിനെ നോക്കുന്നു. ഇപ്പോൾ അവർ ഒരു അരുവിയുടെ കരയിലാണ്. ഹന്ന അരുവിയിൽ നീന്തിക്കുളിക്കുകയാണ്. മൈക്കിൾ ഒരു ബുക്കിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഹന്ന നീന്തിക്കൊണ്ട് തന്നെ, നീ എന്താണ് ചെയ്യുന്നത് എന്ന് മൈക്കിളിനോട് ചോദിക്കുന്നു. ഞാൻ നിന്നെപ്പറ്റി ഒരു കവിത എഴുതുകയാണെന്ന് അവൻ പറയുന്നു. ഹന്ന എക്സൈറ്റഡായി അത് വായിച്ചു തരുവാൻ ആവശ്യപ്പെടുമ്പോൾ, ഇപ്പോഴല്ല, മറ്റൊരു ദിവസം ഞാൻ നിനക്കത് വായിച്ചു തരുമെന്ന് മൈക്കിൾ പറയുന്നു. ഇപ്പോൾ സീൻ പ്രസന്റ് ഡേയിലേക്ക് വരുന്നു. ഒരു ഡയറിയിലേക്ക് നോക്കി നിൽക്കുന്ന മൈക്കിൾ. ആ ഡയറിയിൽ അന്ന് അവൻ എഴുതിയ കവിത കാണാം. ശേഷം മറ്റൊരു പേജിൽ
ബുക്കുകൾ വായിച്ചിരിക്കുന്ന ഡേറ്റും സമയവും എഴുതി വെച്ചിരിക്കുന്നു. ബുക്ക് ബാഗിലാക്കി മൈക്കിൾ തന്റെ കാറിനടുത്തേക്ക് നടക്കുന്നു. കാർ ഓടിച്ച് അയാൾ പാർക്കിംഗ് സ്പേസിൽ എത്തി നിൽക്കുന്നു. ശേഷം അവൻ ഓടി കോടതിയിലേക്ക് കയറുന്നു. മൈക്കിൾ പ്രസന്റ് ഡേയിൽ ഒരു വക്കീലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ധൃതിയിൽ കോടതി മുറിയിലേക്ക് പോകുന്നു. ശേഷം വീണ്ടും സീൻ പാസ്റ്റിലേക്ക് പോകുന്നു. മൈക്കിളിന്റെ ക്ലാസ്സിൽ പുതിയ ഒരു പെൺകുട്ടി വരുന്നു. അവൾ വന്നപാടെ മൈക്കിളിനോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നു. എന്റെ പേര് സോഫി എന്നവൾ പറയുമ്പോൾ ഞാൻ മൈക്കിൾ എന്ന് അവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സ്വിമ്മിംഗ് പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞ് മൈക്കിളും സോഫിയും കൂട്ടുകാരനും കുറച്ചുനേരം സംസാരിച്ച ശേഷം മൈക്കിൾ ധൃതിയിലോടി ഹന്നയുടെ അടുത്തെത്തുന്നു. പതിവ് പോലെ അവൻ ബുക്കെടുത്ത് വായന ആരംഭിക്കുന്നു. ദ ലേഡി വിത്ത് എ ലിറ്റിൽ ഡോഗ്. അടുത്ത സീനിൽ ഒരു ട്രാം സ്റ്റേഷൻ കാണിക്കുന്നു. അവിടെ ഹന്നയുടെ അടുക്കിലേക്ക് ഒരു ഓഫീസർ കടന്നു വരുന്നു. ശേഷം പറയുന്നു, നിങ്ങളുടെ ജോലിയിലെ പ്രകടനം വളരെ നല്ലതാണ്, അതിനാൽ നിങ്ങൾക്ക് പ്രമോഷൻ അനുവദിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾക്ക് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാം. തോളിൽ തട്ടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഹന്നയ്ക്ക് ഒട്ടും സന്തോഷം തോന്നുന്നില്ല. പകരം മുഖത്ത് ആശങ്കയാണ് കാണുന്നത്. സോഫിയും മൈക്കിളും നദിക്കരയിൽ ഇരിക്കുകയാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു സർപ്രൈസ് ഒരുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സോഫിയും അവന്റെ കൂട്ടുകാരും അവനെ ഒരിടത്തേക്ക് വിളിക്കുന്നു. എന്നാൽ അവൻ അവരുടെ കൂടെ പോകുന്നില്ല. പതിവ് പോലെ ഹന്നയുടെ വീട്ടിലെത്തി ഹന്നയ്ക്ക് പുസ്തകം വായിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഹന്നയുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. വായന നിർത്തുവാൻ ഹന്ന മൈക്കിളിനോട് ആവശ്യപ്പെടുന്നു. ശേഷം അവൾ എണീറ്റ് പോകുന്നു. മൈക്കിളിന് ദേഷ്യം വരുന്നു. ഇന്ന് തന്റെ ബർത്ത്ഡേ ആണെന്നും കൂട്ടുകാർ ഒരുക്കിയ പാർട്ടി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്നതെന്നും മൈക്കിൾ ദേഷ്യത്തോടെ പറയുന്നു. പിന്നെ നീ എന്തിനിവിടെ വന്ന് നിൽക്കുന്നു? പാർട്ടിക്ക് പോ എന്ന് ഹന്ന ദേഷ്യത്തോടെ പറയുന്നു. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം മൈക്കിൾ ഹന്നയോട് ക്ഷമ പറയുന്നു. ശേഷം പതിവ് പോലെ അവർ ലൈംഗികമായി ബന്ധപ്പെടുന്നു. എന്നാൽ ഇത്തവണ അവൾ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ മുഖം ആശങ്കകൾ കൊണ്ട് നിറഞ്ഞതായി കാണപ്പെട്ടു. ഇനി നീ നിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോ എന്ന് ഹന്ന പറയുന്നു. അടുത്ത ദിവസം ഹന്ന തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് അപ്പാർട്ട്മെന്റിൽ നിന്നും പോവുകയാണ്. പിന്നെ മൈക്കിൾ അവളെ കണ്ടിട്ടില്ല. അവൾ എങ്ങോട്ടാണ് പോയതെന്നും അവൻ അറിയില്ല. സീൻ പെട്ടെന്ന് പ്രസന്റ് ഡേയിലേക്ക് വരികയാണ്. മൈക്കിളിന്റെ അസിസ്റ്റന്റ് വിളിക്കുമ്പോഴാണ് അവൻ ചിന്തയിൽ നിന്നും ഉണരുന്നത്. അവൻ ആ കോടതി മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അന്ന് രാത്രി മൈക്കിളും അയാളുടെ മകളും കണ്ടുമുട്ടുന്നു. അവൾ പഠനത്തിനായി വിദേശത്ത് പോയിരിക്കുകയായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിച്ചു. അവരുടെ സംസാരത്തിൽ നിന്നും മൈക്കിളിന്റെ കുടുംബജീവിതം നല്ല രീതിയിലായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അവിടെ നിന്നും വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. ഇപ്പോൾ മൈക്കിൾ ഒരു നിയമ വിദ്യാർത്ഥിയാണ്. 1966 ഹൈഡൻബർഗ് ലോ സ്കൂളിലെ ഒരു ക്ലാസ് റൂം. അന്നു മുതൽ അവർക്ക് കോർട്ട് റൂമുകളിൽ പോയി വാദപ്രതിവാദങ്ങൾ നേരിട്ട് കാണുവാനും അതേപ്പറ്റി വിലയിരുത്തലുകൾ നടത്തുവാനുമായിരുന്നു പ്രൊഫസറിന്റെ നിർദ്ദേശം. മൈക്കിളും പ്രൊഫസറും മറ്റു വിദ്യാർത്ഥികളും കോടതിയിലെത്തുന്നു. അവിടെ വലിയ പ്രതിഷേധങ്ങളും പോലീസും സന്നാഹവും എല്ലാം കാണാം. ഏതോ ഒരു വലിയ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. അവർ കോടതി മുറിക്കുള്ളിലെത്തുന്നു. കോടതി നടപടികൾ ആരംഭിക്കുകയാണ്. അവൻ എഴുതുവാൻ പേനെടുക്കുന്നതിനായി ബാഗിൽ തപ്പുന്നു. അപ്പോഴാണ് ഹന്ന ഷ്മിറ്റ്സ് എന്ന പേര് വിളിക്കുന്നത് മൈക്കിൾ കേൾക്കുന്നത്. അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നു. ഹന്ന പ്രതിയായ ഒരു കേസിന്റെ വിചാരണയാണ് നടക്കുന്നത്. ഹന്നയും മറ്റ് 5 പ്രതികളും അവിടെ ഇരിക്കുന്നുണ്ട്. ജഡ്ജ് ഓരോ കാര്യങ്ങളും അവളോട് ചോദിച്ചറിയുന്നുണ്ട്. നിങ്ങൾ 1943 SS ജോയിൻ ചെയ്തത് എന്ന ജഡ്ജിന്റെ ചോദ്യത്തിന് അതെ എന്ന് ഹന്ന മറുപടി പറയുന്നു. SS എന്ന് പറയുന്നത് നാസി ജർമ്മനി കാലഘട്ടത്തിലെ ഒരു പാരാമിലിറ്ററി സംഘടനയായിരുന്നു. അതിലെ ഗാർഡിയനായി ജോലി ചെയ്യുകയായിരുന്നു ഹന്ന. നിങ്ങൾ എന്തിനാണ് SS ജോയിൻ ചെയ്തത്? അതിനു മുൻപ് നിങ്ങൾ സീവൻ ഫാക്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നില്ലേ? അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രമോഷനും ലഭിച്ചു. പിന്നെന്തിനാണ് അത് വിട്ട് SS ജോയിൻ ചെയ്തത് എന്ന് ജഡ്ജി ചോദിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഹന്നയ്ക്ക് നേരത്തെ ട്രാം കമ്പനിയിൽ പ്രമോഷൻ ലഭിച്ചപ്പോഴാണ് അവൾ നാട് വിട്ടത്. SS റിക്രൂട്ട്മെന്റ് നടക്കുന്നതായി കേട്ടു. അതിനാൽ തന്നെ എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് തോന്നി എന്ന് ഹന്ന മറുപടി പറയുന്നു. ആദ്യം നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഓഷ്വിറ്റ്സിലായിരുന്നു അല്ലേ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അതെ എന്ന് ഹന്ന മറുപടി പറയുന്നു. മൈക്കിൾ വല്ലാതെ അസ്വസ്ഥനാവുന്നു. കോടതിയിൽ നിന്നും തിരികെ പോകുന്ന സമയത്തെല്ലാം മൈക്കിൾ വല്ലാതെ അസ്വസ്ഥനാവുന്നു. തിരികെ കോളേജ് ഹോസ്റ്റലിലെത്തിയ മൈക്കിളിന് മറ്റാരുമായും ഇടപഴകാനോ സന്തോഷിക്കാനോ കഴിയുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് സമൂഹം ധാർമ്മികതയിൽ ഊന്നിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ്. എന്നാൽ സമൂഹം മുന്നോട്ട് പോകുന്നത് നിയമങ്ങളുടെ ചട്ടക്കൂടിലൂടെയാണ് എന്ന് പ്രൊഫസർ പറയുന്നു. ശേഷം SS ഗാർഡിലുള്ളവരെ എതിർത്തും അനുകൂലിച്ചും ചർച്ചകൾ നടക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കോടതി കൂടുന്നു. ഹന്നയ്ക്ക് മുൻപിൽ ജഡ്ജ് ഒരു ബുക്ക് വയ്ക്കുന്നു. ഈ ബുക്ക് നിനക്ക് പരിചയമുള്ളതാണോ എന്ന് കോടതി ഹന്നയോട് ചോദിക്കുന്നു. അവൾ ആ ബുക്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക മാത്രം ചെയ്ത ശേഷം അറിയാമെന്ന് മറുപടി പറയുന്നു.
ഇത് ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട ഇലിയാന മാത്തറിന്റെ ബുക്കാണ്. ഈ ബുക്കിൽ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി വിവരിക്കുന്നുണ്ട് അല്ലേ എന്ന് ജഡ്ജി ചോദിക്കുന്നു. അതെ എന്ന് ഹന്ന മറുപടി പറയുന്നു. എന്നാൽ നിങ്ങളുടെ കൂടെ പ്രതിചേർക്കപ്പെട്ടവർ അവർ ഈ പ്രോസസ്സിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളത് സമ്മതിച്ച സ്ഥിതിക്ക് ആ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു നടന്നിരുന്നത് എന്ന് വിവരിക്കാമോ എന്ന് ജഡ്ജി ചോദിക്കുന്നു. ഞങ്ങൾ 6 ഗാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ റാൻഡമായി 10 പേരെ വീതം സെലക്ട് ചെയ്യും. എല്ലാ മാസവും അങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് ഹന്ന പറയുമ്പോൾ മറ്റുള്ളവർ അത് നിരസിക്കുകയാണെന്ന് ജഡ്ജ് അവളോട് പറയുന്നു. ഹന്ന നിസ്സഹായമായി പരിഭ്രമിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ ഭാഗമായിരുന്നുവെന്ന് മറുപടി പറയുന്നു. നിനക്കറിയില്ലായിരുന്നോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്ത്രീകൾ പോകുന്നത് മരണത്തിലേക്കായിരുന്നുവെന്ന്? ജഡ്ജിന്റെ ചോദ്യം കേട്ടവൾ പരിഭ്രമിക്കുന്നു. ശേഷം അവൾ പറയുന്നു, ഞങ്ങൾക്കത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. എല്ലാ മാസവും പുതിയ ആളുകൾ ക്യാമ്പിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവർക്ക് പഴയ ആൾക്കാർ റൂം ഒഴിഞ്ഞു കൊടുത്തേ തീരൂ. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു. ജഡ്ജ് ദേഷ്യത്തോടെ അവളോട് ചോദിക്കുന്നു, പുതിയ ആളുകൾക്ക് റൂം ഒഴിഞ്ഞു കൊടുക്കുവാൻ പഴയവരെ മരണത്തിലേക്കാണോ തള്ളിവിടുന്നത്? നിങ്ങളായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്ന് ഹന്ന മറുചോദ്യം ചോദിക്കുന്നു. മൈക്കിൾ ഒരല്പം ദേഷ്യത്തോടെയാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ കോടതിക്ക് പുറത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരമ്മയെയും മകളെയും കാണുന്നു. അതാണ് ഹന്നയുടെ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട അമ്മയും മകളും. കോടതി വീണ്ടും ചേരുന്നു. ഇത്തവണ ക്യാമ്പിൽ നിന്നും സർവൈവ് ചെയ്ത പെൺകുട്ടിയോടായിരുന്നു ജഡ്ജി ചോദ്യങ്ങൾ ചോദിച്ചത്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി വിവരിക്കുന്നുണ്ടല്ലോ, അത് സത്യമാണോ? അത് തീർത്തും സത്യമാണെന്ന് ആ പെൺകുട്ടി പറയുന്നു. ഒരുപാട് പണിയെടുപ്പിച്ചു കഴിയുമ്പോൾ അതിലിനിയും പണിയെടുക്കുവാൻ സാധിക്കില്ല എന്ന് തോന്നിക്കുന്ന സ്ത്രീകളെ സെലക്ട് ചെയ്ത് ഓഷൂട്ട്സ് ക്യാമ്പിൽ കൊല്ലുവാനായി കയറ്റിയേക്കുമെന്ന് അവൾ പറയുന്നു. ഇവരിൽ ആരെല്ലാമാണ് അതിൽ പങ്കാളികളായിരുന്നതെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഹന്നയടക്കം 6 പേരെയും അവൾ തിരിച്ചറിയുന്നു. ശേഷം അവൾ പറയുന്നു, ഓരോ ഗാർഡുകളും ഒരു നിശ്ചിത എണ്ണം സ്ത്രീകളെ സെലക്ട് ചെയ്യും. എന്നാൽ ഹന്നയുടെ സെലക്ഷൻ ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. എന്ത് വ്യത്യസ്തമായ രീതിയെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഹന്നയ്ക്ക് ചില ഇഷ്ടക്കാരുണ്ടായിരുന്നു. അവർക്കവൾ പ്രത്യേക പരിഗണന കൊടുത്തിരുന്നു. അവർക്ക് അവൾ ഭക്ഷണവും കിടക്കാനിടവും കൊടുത്തു. കൂടുതലും പെൺകുട്ടികളെയാണ് അവൾ സെലക്ട് ചെയ്യാറ്. ആദ്യമൊക്കെ ഞങ്ങൾ കരുതി അവൾ കരുണയുള്ളവളാണെന്ന്. എല്ലാ വൈകുന്നേരങ്ങളിലും അവൾ സെലക്ട് ചെയ്ത പെൺകുട്ടികളെ കൂടെ കൂട്ടും. ശേഷം അവരെ കൊണ്ട് ഉറക്കെ അവൾ ബുക്കുകൾ വായിപ്പിക്കും. അതവൾ കേട്ടിരിക്കും. ഇത് കേൾക്കുന്ന മൈക്കിൾ ഞെട്ടുന്നു. അവൻ ശ്രദ്ധയോടെ ആ സർവൈവർ പറയുന്നത് കേൾക്കുന്നു. അവൾ തുടരുന്നു, ഇവരിൽ ആർക്കെങ്കിലും വയ്യാതാവുകയോ വല്ലതും ചെയ്താൽ അവരെ അവൾ ഓഷൂട്ട്സിൽ അയക്കുന്ന കൂട്ടത്തിൽ കയറ്റിവിടും. ഇതാണോ ഇവരുടെ കരുണ എന്ന് ആ സർവൈവർ ചോദിക്കുന്നു. ഹന്ന വല്ലാതെ വിയർക്കുന്നുണ്ട്. മൈക്കിൾ ഞെട്ടലിൽ തന്നെ നിൽക്കുന്നു. മൈക്കിൾ വീണ്ടും കോടതിയുടെ പുറത്തിറങ്ങി ഒറ്റയ്ക്കിരിക്കുന്നു. കോടതി നടപടികൾ വീണ്ടും ആരംഭിക്കുമ്പോൾ ജഡ്ജി ഇപ്പോൾ രക്ഷപ്പെട്ട അമ്മയോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 1944 ഡെത്ത് മാർച്ചിനെ പറ്റിയാണ് അവർ വിവരിക്കുന്നത്. 1944 ശൈത്യകാലത്ത് നമ്മുടെ ക്യാമ്പ് വേറെ എവിടെയോ മാറ്റുവാൻ തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനം പലപ്പോഴായി നീണ്ടുപോയി. അതുകാരണം നിരവധി സ്ത്രീകൾ മഞ്ഞിൽ മരിച്ചു. ചർച്ചിൽ നടന്ന സംഭവത്തെപ്പറ്റി വിവരിക്കുവാൻ ജഡ്ജി പറയുന്നു. അന്ന് രാത്രി നമ്മളൊരു ഗ്രാമത്തിലെത്തപ്പെട്ടു. പതിവ് പോലെ ഗാർഡുകൾ സുരക്ഷിതമായ ക്വാർട്ടേഴ്സുകൾ സെലക്ട് ചെയ്തു. ഞങ്ങളെ ഒരു ചർച്ചിനുള്ളിൽ താമസിപ്പിച്ചു. തലചായ്ക്കാൻ ഒരു കൂര കിട്ടിയല്ലോ എന്നതിൻ്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ പെട്ടെന്ന് അവിടെ ബോംബിംഗ് നടന്നു. പള്ളിയിലേക്ക് തീ പടർന്നു. മേൽക്കൂരയിലെ തൂണുകൾ കത്തി താഴേക്ക് വീഴുവാൻ തുടങ്ങി. ഞങ്ങൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പള്ളിയുടെ ഡോറിനടുത്തേക്ക് ഓടി. എന്നാൽ ഡോറ് പുറത്തുനിന്നും ആരോ പൂട്ടിയിരിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തീയിൽ വെന്തു മരിച്ചു വീണു. നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടു അല്ലേ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് തലയാട്ടുന്നു. അടുത്ത ദിവസം മൈക്കിൾ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് സന്ദർശിക്കുന്നു. അവിടെയുള്ള കാഴ്ചകൾ അവൻ ഭീതിയോടെ നോക്കി നടക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കോടതി വിചാരണ നടക്കുന്നു. ജഡ്ജി ഹന്നയെ ചോദ്യം ചെയ്യുകയാണ്. നീ എന്തുകൊണ്ട് ചർച്ചിന്റെ ഡോർ തുറന്നു കൊടുത്തില്ല? ഹന്ന ഒന്നും മിണ്ടുന്നില്ല. മൈക്കിൾ അവിടെ തലകുനിച്ചിരുന്ന് എല്ലാം കേൾക്കുന്നു. ജഡ്ജി ദേഷ്യത്തോടെ എല്ലാവരോടുമായി ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരോടും ഞാൻ ചോദ്യം ചോദിച്ചു. ആരും എനിക്ക് ഉത്തരം നൽകിയില്ല. ഹന്ന അതിന് മറുപടി പറയുന്നു. അതിന് തക്കതായ കാരണമുണ്ട്. 300 പേരെ പെട്ടെന്ന് തുറന്നുവിട്ടാൽ അവിടെ കലാപമുണ്ടാകും. ഞങ്ങൾ ഗാർഡുകളാണ്. അവർ രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്.
ഇത് കേട്ടിരിക്കുന്ന മൈക്കിൾ തല കുനിഞ്ഞിരുന്ന് കരയുന്നു. ജഡ്ജ് ദേഷ്യത്തോടെ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ഭാഗം കറക്റ്റാക്കാൻ ആ 300 പേര് കത്തി മരിക്കട്ടെ എന്ന് വിചാരിച്ചു അല്ലേ? ഹന്ന ഒന്നും മിണ്ടുന്നില്ല. ജഡ്ജ് തുടരുന്നു, നിങ്ങളുടെ കൂടെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളവർ നിങ്ങൾക്കെതിരെ ഒരു മൊഴി തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? ആ ആരോപണം എന്തെന്നാൽ ഈ സംഭവം നടക്കുന്ന ദിവസം ഗോഡ് ഇൻ ചാർജ് നിങ്ങളായിരുന്നു. നിങ്ങളാണ് സംഭവ ദിവസത്തെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് ജഡ്ജ് ഉയർത്തിക്കാട്ടുന്നു. ഹന്ന ഞെട്ടിപ്പോയി. ഇല്ല, ഞാനല്ല, ഞാനൊരു ഗാർഡ് മാത്രമായിരുന്നു. റിപ്പോർട്ട് എല്ലാവരും ചേർന്ന് എഴുതിയതാണ്. എന്നാൽ ബാക്കി പ്രതികൾ ഹന്നയ്ക്കെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ജഡ്ജ് ഒരു പേനയും പേപ്പറും ഹന്നയ്ക്ക് കൊടുക്കുവാൻ പറയുന്നു. ഹാൻഡ് റൈറ്റ് സാമ്പിൾ എടുക്കാനാണെന്ന് ജഡ്ജ് പറയുമ്പോൾ ഹന്ന പേടിച്ച് പരിഭ്രമിച്ചിരിക്കുന്നു. അവൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. അവളുടെ മുൻപിൽ പേനയും പേപ്പറും എത്തുന്നു. മൈക്കിൾ തലയുയർത്തി നോക്കുന്നു. അവൻ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു. ഒരു ബുക്ക് അവൻ വായിക്കാൻ കൊടുക്കുമ്പോൾ എനിക്ക് നിന്നെ കേൾക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അവൾ ബുക്ക് തട്ടിമാറ്റുന്നതും പലപ്പോഴായി വായിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നതും എല്ലാം അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഹന്ന കരഞ്ഞുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല, ആ റിപ്പോർട്ട് എഴുതിയത് ഞാനാണ് എന്ന് സമ്മതിക്കുന്നു. മൈക്കിൾ ദേഷ്യത്തോടെ എണീക്കുന്നു. ശേഷം കോടതിയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ വെച്ച് അവൻ പ്രൊഫസറിനോട് ഒരു കാര്യം പറയുന്നു. പ്രതിയാക്കപ്പെട്ട ഹന്ന ഒരു പ്രധാന കാര്യം മറച്ചുവെക്കുന്നു. അത് ചിലപ്പോൾ അവളുടെ കുറ്റവിധിയെ തന്നെ ബാധിച്ചേക്കാവുന്ന കാര്യമാണ്. എന്നാലും അതാരും അറിയരുതെന്ന് അവൾ തന്നെ ആഗ്രഹിക്കുന്നു. അത് പുറത്തറിയുന്നത് അവൾക്ക് നാണക്കേടാണ്. അതായത് ഹന്ന ഒരു ഇലിറ്ററേറ്റ് ആണ്. സിനിമയിലുടനീളം നമുക്കിതിൻ്റെ സൂചനകളുണ്ട്. അവൾക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല. അതുകൊണ്ട് തന്നെ അവൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ സാധാ ലേബറായായിരുന്നു ജോലി ചെയ്തിരുന്നത്. പ്രമോഷൻ കിട്ടുമ്പോൾ ഓഫീസ് ജോലിയിൽ ഏർപ്പെടേണ്ടി വരുമെന്ന സാഹചര്യം വരുമ്പോൾ അവൾ അവിടെ നിന്നും പോകുന്നു. അവളുടെ നിരക്ഷരതയാണ് ഇവിടെ മറ്റു പ്രതികൾ മുതലാക്കുന്നത്. എല്ലാ കുറ്റത്തിൻ്റെയും ഉത്തരവാദിത്വം ഹന്നയുടെ മുകളിൽ വന്നു വീഴുന്നു. അടുത്ത ദിവസം ഹന്നയോട് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പോലീസ് പറയുന്നു. ഹന്നയെ വിസിറ്റർ റൂമിൽ കൊണ്ടിരുത്തുന്നു. അവളെ കാണാൻ മൈക്കിൾ വന്നതായിരുന്നു. എന്നാൽ പകുതിക്ക് വെച്ച് അവൻ തിരികെ പോകുന്നു. ഹന്ന ആകാംക്ഷയോടെ അവിടെ തന്നെ ഇരിക്കുന്നു. എന്നാൽ അവളെ കാണാൻ ആരും തന്നെ വന്നില്ല. അടുത്ത ദിവസം വിധി പുറപ്പെടുവിക്കുന്ന ദിവസമാണ്. ഹന്ന രാവിലെ തന്നെ റെഡിയാകുന്നു. അവൾ കോടതിയിലെത്തുന്നു. കോടതി മുറിയിൽ വെച്ച് ജനക്കൂട്ടം നാസിപ്പന്നി എന്ന് വിളിച്ച് ഹന്നയ്ക്ക് നേരെ ആക്രോശിക്കുന്നു. പെട്ടെന്ന് തന്നെ ജഡ്ജി വരുന്നു. അയാൾ വിധി വായിക്കുന്നു. ഹന്നയൊഴികെ മറ്റു പ്രതികൾക്ക് 4 വർഷത്തെ തടവും ഹന്നയ്ക്ക് ആ കൊലപാതകങ്ങളുടെ മുഖ്യ പ്രതിയായി കണക്കാക്കി ജീവപര്യന്തവും ശിക്ഷ വിധിക്കുന്നു. ആ വിധിയിൽ എടുത്തു പറയുന്നത് നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലെന്നാണ്. അതായത് ഹന്ന തൻ്റെ ദുരഭിമാനം മാറ്റിവെച്ച് താനൊരു നിരക്ഷരയാണ് എന്ന് കോടതിയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ശിക്ഷ അവൾക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. വിധി കേൾക്കുമ്പോൾ മൈക്കിൾ കരയുന്നു. ഹന്ന നിസ്സംഗമായി നിൽക്കുന്നു. ഇപ്പോൾ 1976 കാലഘട്ടത്തെ മൈക്കിളിനെ കാണിക്കുന്നു. കൂടെ അയാളുടെ മകളുമുണ്ട്. അവർ അവൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അവൻ്റെ അമ്മയും അവനും കണ്ടുമുട്ടുന്നു. അവൻ്റെ അമ്മ അവനോട് പരിഭവങ്ങൾ പറയുന്നു. നിന്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങിന് പോലും നീ വന്നില്ലല്ലോ എന്നൊക്കെ. ഈ നാട്ടിൽ വരുന്നത് തന്നെ എനിക്കിഷ്ടമല്ലതായിരിക്കുന്നു എന്ന് മൈക്കിൾ പറയുമ്പോൾ അവൻ്റെ അമ്മ മൈക്കിളിൻ്റെ ഭാര്യയെപ്പറ്റി തിരക്കുന്നു. അവർ വേർപിരിയുവാൻ പോവുകയാണെന്നും അവൾക്ക് ഞാനില്ല എങ്കിലും ജീവിക്കുവാൻ സാധിക്കുന്ന തരത്തിൽ വരുമാനമുള്ള ഒരു ജോലി ഉണ്ടെന്നും അയാൾ പറയുന്നു. ശേഷം മൈക്കിൾ അവൻ്റെ പഴയ റൂമിലെത്തുന്നു. അവിടെ അവൻ്റെ നിരവധി ബുക്കുകൾ അവൻ കാണുന്നു. അതിൽ നിന്നും അവൻ ഒരു ബുക്ക് എടുക്കുന്നു. അത് ദ ഒഡീസി ഓഫ് ഹോമർ എന്ന പുസ്തകമായിരുന്നു. ആ ബുക്കാണ് ഹന്നയ്ക്ക് മൈക്കിൾ ആദ്യമായി വായിച്ചു കൊടുക്കുന്നത്. അടുത്ത് കാണിക്കുന്നത് ജയിലിലെ കാഴ്ചകളാണ്. ഹന്നയ്ക്ക് ഒരു മെയിൽ വന്നിരിക്കുന്നു. അവളത് കൈപ്പറ്റുകയും ചെയ്യുന്നു. അതിൽ മുഴുവൻ കുറെ ടേപ്പുകളായിരുന്നു. ഹന്നയ്ക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ടേപ്പുകളോടൊപ്പം ഒരു പ്ലെയറും ഉണ്ടായിരുന്നു. അതിൽ ഹന്ന അത് പ്ലേ ചെയ്ത് നോക്കി. ദ ഒഡീസി ബൈ ഹോമർ എന്ന് കേട്ടതും അവൾ ഞെട്ടി ആ ടേപ്പ് ഓഫ് ചെയ്തു. വർഷങ്ങൾക്കു ശേഷം അവൾ മൈക്കിളിൻ്റെ ശബ്ദം വീണ്ടും കേൾക്കുന്നു. കുറച്ചു നേരം ഇരുന്ന ശേഷം അവൾ പതിയെ ആ ടേപ്പ് ഒരിക്കൽ കൂടി പ്ലേ ചെയ്ത് നോക്കുന്നു. ഒഡീസി ബൈ ഹോമർ എന്ന പുസ്തകം അവൾ ആ ടേപ്പിലൂടെ മൈക്കിളിൻ്റെ ശബ്ദത്തിൽ കേൾക്കുന്നു. മൈക്കിൾ പുസ്തകങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ടേപ്പുകൾ അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഹന്ന അത് ആവേശത്തോടെ കേൾക്കുന്നു. ടേപ്പുകൾ കൂടുന്നതനുസരിച്ച് അവൾ അതെല്ലാം കൃത്യമായി അടുക്കി വയ്ക്കുന്നു.
ഒടുവിൽ ദ ലേഡി വിത്ത് എ ലിറ്റിൽ ഡോഗ് എന്ന ബുക്കിന്റെ ടേപ്പെത്തി. അപ്പോഴേക്കും ഹന്നയ്ക്ക് അക്ഷരം പഠിക്കണം എന്ന തോന്നലുണ്ടായി. അവൾ ജയിൽ ലൈബ്രറിയിൽ പോയി ദ ലേഡി വിത്ത് എ ലിറ്റിൽ ഡോഗ് എന്ന പുസ്തകം എടുക്കുന്നു. അത് വായിക്കുന്നതിനോടൊപ്പം ഓരോ അക്ഷരങ്ങളും മാർക്ക് ചെയ്ത് പഠിക്കുന്നു. ഒടുവിൽ ഒരുപാട് കാലത്തെ പരിശ്രമത്തിനൊടുവിൽ ഹന്ന ചെറുതായി എഴുതുവാനും വായിക്കുവാനും പഠിക്കുന്നു. ശേഷം മൈക്കിളിന് ഒരു ലെറ്റർ എഴുതുന്നു. മൈക്കിൾ വികാരാധീനനായി നിൽക്കുന്നു. മൈക്കിൾ പതിവ് പോലെ റെക്കോർഡിംഗ്സ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഹന്ന ഒരു മറുപടി ലെറ്റർ പ്രതീക്ഷിച്ചുകൊണ്ട് ലെറ്ററുകളും അയക്കുന്നു. മറുപടി ലെറ്റർ മാത്രം മൈക്കിൾ അയക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ വായിച്ച ലെറ്ററുകളെല്ലാം ഒരു ഷെൽഫിൽ അടുക്കി വെക്കുന്നു. 1988 മൈക്കിളിന് ഒരു ഫോൺ കോൾ വരുന്നു. അത് ജയിലിൽ നിന്നായിരുന്നു. ഹന്ന 20 വർഷമായി ജയിലിലാണെന്നും അവളെ ഉടനെ ജയിലിൽ നിന്നും മോചിതയാക്കുകയാണെന്നും പറയുന്നു. അവൾക്ക് വേറെ സുഹൃത്തുക്കളോ കുടുംബമോ ഇല്ല. നിങ്ങളാണ് ഏക കോണ്ടാക്റ്റിംഗ് പോയിന്റ്. അവരെ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഉപകാരമായിരുന്നുവെന്ന് അധികൃതർ മൈക്കിളിനോട് പറയുന്നു. അടുത്ത ദിവസം അയാൾ ഹന്നയെ കാണാൻ ജയിലിലേക്ക് പോകുന്നു. അധികൃതർ അയാളെ ഹന്നയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ ക്യാനിൽ ഇരിക്കുകയാണ് എന്ന് പറയുന്നു. ഹന്ന തീരെ വയസ്സായിരിക്കുന്നു. അവരുടെ ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മൈക്കിൾ ഹന്നയെ കാണുവാൻ പോകുന്നു. ഹന്നയാവട്ടെ മൈക്കിളിനെ അവസാനമായി കണ്ടത് അവൻ്റെ 15-ാം വയസ്സിലാണ്. മൈക്കിൾ ഹന്നയുടെ അടുക്കൽ പോകുന്നു. ഹന്ന മുഖമുയർത്തി അവനെ നോക്കുന്നു. മൈക്കിൾ ഹന്നയെ നോക്കി പുഞ്ചിരിക്കുന്നു. ഹന്ന കൗതുകത്തോടെയും സന്തോഷത്തോടെയും മൈക്കിളിനെ നോക്കി ചിരിക്കുന്നു. നീ വളർന്നല്ലോ മോനെ എന്ന് ഹന്ന പറയുന്നു. എൻ്റെ പരിചയത്തിൽ ഒരു തുന്നൽക്കാരനുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് ജോലി തരും. മാത്രവുമല്ല നിങ്ങൾക്ക് ജീവിക്കുവാൻ ഒരു കുഞ്ഞു സ്ഥലവും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ സന്തോഷവതിയായിരിക്കും. തൊട്ടടുത്ത് ഒരു പബ്ലിക് ലൈബ്രറിയുമുണ്ട്. നിങ്ങൾക്ക് ധാരാളം വായിക്കുവാനും സാധിക്കും എന്ന് മൈക്കിൾ പറയുന്നു. എനിക്ക് വായിച്ചു കേൾക്കാനാണ് ഇഷ്ടം, പക്ഷേ അതിനെ ഉണ്ടാവില്ല അല്ലേ എന്ന് ഹന്ന ചോദിക്കുമ്പോൾ മൈക്കിൾ നിശബ്ദനായിരിക്കുന്നു. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം നീ കല്യാണം കഴിച്ചോ എന്ന് ഹന്ന ചോദിക്കുന്നു. കഴിച്ചു, നമുക്ക് ഒരു മകളുമുണ്ട് എന്ന് മൈക്കിൾ പറയുന്നു. എന്നാൽ എൻ്റെ വിവാഹ ജീവിതം അത്ര ദൂരം മുന്നോട്ട് പോയില്ല. മൈക്കിളിന് അവൾ SS ചേർന്നതിന് ശേഷം നടന്ന കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടായിട്ടുണ്ടോ എന്ന് അറിയണമായിരുന്നു. അങ്ങനെയൊന്ന് അവരുടെ മനസ്സിലില്ല എന്ന് മൈക്കിളിന് തോന്നിയതുകൊണ്ടാവാം ഹന്നയോട് വലിയ സൗഹൃദഭാവം കാട്ടിയല്ല അവൻ സംസാരിച്ചത്. അത് ഹന്നയ്ക്ക് വലിയ ഷോക്കായിരുന്നു. അടുത്തയാഴ്ച ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞ് മൈക്കിൾ പോകുന്നു. താൻ മൈക്കിളിന് ഒരു ഭാരമാകുന്നുണ്ടാവുമോ എന്ന് ഹന്നയ്ക്ക് തോന്നുവാൻ തുടങ്ങി. അവൾ അവളുടെ സെല്ലിലിരുന്നു കൊണ്ട് ഓരോന്നാലോചിച്ചു. ശേഷം ഷെൽഫിലെ ബുക്കുകൾ ഒരു ടേബിളിൽ അടുക്കി വെച്ച് അതിൽ കയറി നിന്ന് ഹന്ന ആ സെല്ലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ഹന്നയെ കൂട്ടാൻ മൈക്കിൾ ഒരു ബൊക്കയുമായി ജയിലിലെത്തുന്നു. അപ്പോഴാണ് ഹന്ന മരിച്ചതായി അവൻ അറിയുന്നത്. മൈക്കിൾ സെല്ലിലേക്ക് ചെന്നു. അവിടെ ഒരു ചുമരിൽ ദ ലേഡി വിത്ത് എ ലിറ്റിൽ ഡോഗ് എന്ന പുസ്തകത്തിന്റെ ആദ്യ ഖണ്ഡിക എഴുതി വെച്ചിരിക്കുന്നു. ജയിൽ വാർഡൻ ഒരു ലെറ്റർ മൈക്കിളിനെ വായിച്ചു കേൾപ്പിക്കുന്നു. അത് ഹന്നയുടെ ഒരു കുറിപ്പായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു പഴയ ചായട്ടിനുണ്ട്. അതിനുള്ളിൽ 7000 മാർക്ക് പണമുണ്ട്. അത് മൈക്കിളിനെ ഏൽപ്പിക്കണം. അവനോട് അത് ആ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിക്ക് കൊടുക്കുവാൻ പറയണം. അവളത് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കട്ടെ. പിന്നെ മൈക്കിളിനോട് ഒരു ഹായ് പറഞ്ഞേക്കൂ. ലെറ്റർ വായിച്ചു കേട്ടതും മൈക്കിൾ പൊട്ടിക്കരഞ്ഞു. അയാളിപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലാണ്. അവിടെ വെച്ച് അയാൾ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട ആ സ്ത്രീയെ കാണുന്നു. അവർ ഇപ്പോൾ നന്നായി വയസ്സായിരിക്കുന്നു. മൈക്കിൾ അവൾക്ക് ആ ടിൻ കൊടുത്ത ശേഷം ഹന്നയെപ്പറ്റി എല്ലാം പറയുന്നു. അവൾ നിരക്ഷരയായിരുന്നു എന്നും അവരെ മറ്റുള്ളവർ യൂസ് ചെയ്യുകയായിരുന്നു എന്നും എല്ലാം പറയുന്നു. ആ ടിൻ വാങ്ങിയ ശേഷം മേതർ പറയുന്നു, ക്യാമ്പിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ ഒരു ചായട്ടിൻ മോഷണം പോയിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ എൻ്റെ നായയുടെ രോമവും അച്ഛൻ ഞങ്ങളെ ഓപ്പറയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എടുത്തിരുന്ന ടിക്കറ്റുകളെല്ലാമായിരുന്നു അതിൽ. അതാണ് ഈ ടിൻ. എനിക്കിതു മാത്രം മതി, കാശ് വേണ്ട. ആ കാശ് ഇതുപോലെ സർവൈവ് ചെയ്ത ആളുകളുടെ വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കട്ടെ എന്ന് മൈക്കിൾ ചോദിക്കുമ്പോൾ അതാണ് നല്ലതെന്ന് മേത്തർ പറയുന്നു. മൈക്കിൾ നന്ദി പറഞ്ഞിറങ്ങുന്നു. മേത്തർ ആ ടിൻ തൻ്റെ ഫാമിലി ഫോട്ടോയ്ക്ക് മുൻപിൽ കൊണ്ടുചെന്ന് വെക്കുന്നു. അടുത്ത സീനിൽ മൈക്കിളും മകളും ഒരു കാറിൽ യാത്ര ചെയ്യുന്നു. നിനക്ക് ഞാനൊരു സർപ്രൈസ് തരുവാൻ പോകുന്നു എന്നയാൾ മകളോട് പറയുന്നു. ശേഷം അവർ ഒരു പള്ളിയുടെ മുൻപിലെത്തുന്നു. ചെറുപ്പത്തിൽ ഹന്നയും മൈക്കിളും പോയിരുന്ന അതേ പള്ളി. പള്ളിയുടെ ഒരു വശത്ത് ഒരു കല്ലറയുടെ അടുത്ത് ഇരുവരും നിൽക്കുന്നു. അത് ഹന്നയുടെ കല്ലറയായിരുന്നു. ഇതാരാണ് എന്ന് മകൾ ചോദിക്കുമ്പോൾ
അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ അതിനാണ് ഇവിടെ വന്നത്, എന്നാൽ പറയൂ എന്ന് മകൾ മൈക്കിളിനോട് പറയുന്നു. മൈക്കിൾ കഥ പറയുന്നു. എനിക്ക് 15 വയസ്സുള്ള സമയം ഞാൻ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്നു. എനിക്ക് പെട്ടെന്ന് വയ്യാതായി. ഒരു സ്ത്രീ എന്നെ സഹായിച്ചു. അപ്പോഴേക്കും സിനിമ അവസാനിക്കുന്നു. ദുരഭിമാനം കാരണം തൻ്റെ നിരക്ഷരത മറച്ചു പിടിക്കുവാൻ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഓടി ഒളിക്കുവാൻ ശ്രമിച്ച ഹന്നയുടെ ജീവിതത്തിൽ നടന്ന ദുരന്തം. ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ തന്നോടടുപ്പം കാണിച്ച ബാലനുമായി ഉണ്ടായ ഹന്നയുടെ പ്രണയം, മൈക്കിളിന് ഹന്നയോടുള്ള ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലെ ഇമോഷൻസ് മനോഹരമായി അവതരിപ്പിച്ച ഒരു ക്യൂട്ടായ ഒരു സിനിമയാണ് ദ റീഡർ. ഇതിലെ പ്രകടനത്തിന് കേറ്റ് വിൽസണിന് 2009 മികച്ച നായികയ്ക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചു. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സിനിമാ കഥയുമായി വരുന്നതുവരേക്കും ബൈ.